അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് നടക്കുന്നതും നമ്മുടെ നാട്ടിലുള്ള ബംഗാളിൽ നടക്കുന്നതുമായിട്ടുള്ള വലിയ ഭീകര സംഭവങ്ങൾ നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുകയാണ്. ഇന്ന് വരെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല ഈ ബംഗാൾ എന്ന് പറയുന്ന മമതാ ബാനർജി ഭരിക്കുന്ന ആ നാട്ടിൽ നിന്നുള്ള വലിയൊരു ബീഭത്സമായിട്ടുള്ള ഒരു വാർത്ത. ഒരു ഡോക്ടറെ അവർ പ്രാക്ടീസ് ചെയ്യുന്ന അതല്ലെങ്കിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് തന്നെ മൃഗീയമായി ബലാത്സംഗം ചെയ്യുക. നമ്മൾ കണ്ടു ഡൽഹിയിൽ ഒരു നിർഭയ എന്ന് പേരിട്ട നമ്മൾ വലിയ മൃഗീയമായിട്ട് ഇതേപോലെ തന്നെ ക്രൂരതയോടുകൂടി കണ്ടിട്ടുള്ള ഒരു ബലാത്സംഗ കേസ് നമ്മൾ കണ്ടതാണ്. അതിന് നമ്മൾ നിർഭയ എന്ന് പേരിട്ടു. എന്നാൽ ഇന്ന് നിർഭയയെ വെല്ലുന്ന അതിനും വലിയൊരു ക്രൂരത അവിടെ അരങ്ങേറിയിരിക്കുന്നു. ഇന്നും നമ്മുടെ മാധ്യമങ്ങൾ അത് അറിഞ്ഞ മട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയം തന്നെയാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ജയസൂര്യൻ സാർ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം, നമ്മുടെ വിശിഷ്ടാതിഥിക്ക്. സർ, എന്താണ് സർ മാധ്യമങ്ങൾ എന്ന് പറയുന്ന അവരെ നമുക്കറിയാം നാലാം തൂൺ എന്ന് വിശേഷിപ്പിക്കുന്ന ഇവർ, അതല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഇവർ, ചിലത് മതവും രാഷ്ട്രീയവും മാത്രം കൂട്ടിക്കലർത്തിക്കൊണ്ട് അത് വെളിപ്പെടുത്താതിരിക്കുക, അതിൽ വെള്ളം ചേർക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം വേദനാജനകമായിട്ടുള്ള സംഭവമാണ് സർ. ഞാനിത് ഒരുപാട് ആർട്ടിക്കിളുകൾ ഈ പെൺകുട്ടിയെ കുറിച്ചുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വായിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എനിക്കുമുണ്ട് ഒരു പെൺകുട്ടി, അതല്ലെങ്കിൽ എനിക്ക് സഹോദരിമാരുണ്ട്, അമ്മ പെങ്ങന്മാരുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ അവർക്കായിരുന്നു ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ എന്തായിരിക്കുമായിരുന്നു എന്റെ ഒരു അവസ്ഥ എന്നുള്ളത് ഒരു മലയാളിയും അതല്ലെങ്കിൽ ഒരാളും ബോധവാനല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്ങനെയാണ് സാർ ഈ ഒരു വിഷയത്തിൽ സാറിന്റെ ആ ഒരു നിരീക്ഷണം വരുന്നത്? അതായത് മാധ്യമങ്ങൾ എന്നുള്ളത് ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് മാത്രമാക്കി ചുരുക്കേണ്ടി വന്നിരിക്കുകയാണ്. പത്രമാധ്യമങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ എല്ലാം ഒരു മാഫിയ സംഘമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വന്നിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും ലാഭം മതി. എല്ലാവരെയും നിയന്ത്രിക്കുന്നത് സംഘടിത സാമ്പത്തിക ശക്തികൾ തന്നെയാണ്. അതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര താല്പര്യങ്ങളും രാജ്യവിരുദ്ധ ശക്തികളും അണിനിരന്ന് കഴിഞ്ഞു. ഇതിന്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നേരെ. ഉത്തരവാദിത്വമുണ്ട്, ജനാധിപത്യ ബോധമുണ്ട്, അല്ലെങ്കിൽ പത്രധർമ്മമുണ്ട്, പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നൊക്കെ പറയുന്ന മാധ്യമങ്ങൾ കണ്ണടച്ച് നിശബ്ദത പാലിക്കുന്നത് കാണുമ്പോൾ അവരും ഈ ഭീകര ശക്തികളുടെ ഉപകരണങ്ങളായി മാറിക്കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. എന്താണ് ബംഗാളിൽ നടക്കുന്നത് എന്നറിയാൻ രാജ്യത്തിന് താല്പര്യമുണ്ട്, ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ബംഗാളിൽ അതിന്റെ ചരിത്രത്തിൽ എന്നും കാണാത്ത വിധത്തിൽ രാഷ്ട്രീയ അതീതമായി ഈ വിഷയം ജനങ്ങളിലേക്ക് പടർന്നു കഴിഞ്ഞു. നമുക്കറിയാം, അവിടുത്തെ ഫുട്ബോൾ ക്ലബ്ബുകൾ വളരെ പ്രശസ്തമാണ്. അവർക്ക് രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവരെ ഒറ്റക്കെട്ടായി ജനങ്ങളുടെ കൂടെ ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് മമതാ ബാനർജിക്കെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന വാർത്ത നമ്മുടെ ക്രിക്കറ്റർ ഗാംഗുലി, അദ്ദേഹം തെരുവിലിറങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ കായിക താരങ്ങൾ, അതുപോലെ തന്നെ കായിക രംഗത്തുള്ള ആൾക്കാർ, പൊതുസമൂഹം ഒന്നടങ്കം ഇതിനെതിരെ രംഗത്ത് തെരുവിലിറങ്ങിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യം. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട സുപ്രധാനമായ മറ്റൊരു കാര്യം, കൽക്കട്ട ഹൈക്കോടതി ഈ വിഷയം പശ്ചിമ ബംഗാളിലെ പോലീസിന്റെ കയ്യിൽ നിന്ന് എടുത്ത് നേരെ CBIയുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞു. ആ കൊടുത്ത നടപടിയെ സുപ്രീം കോടതി ശരിവെച്ചു കഴിഞ്ഞു. അതായത് സുപ്രീം കോടതിയുടെയും കൽക്കട്ട ഹൈക്കോടതിയുടെയും CBIയുടെയും കയ്യിലേക്ക് വളരെ എളുപ്പത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഈ വിഷയം കൈമാറ്റം ചെയ്ത് കഴിഞ്ഞു. അതീവ ഗൗരവത്തോടെ ഇന്ത്യൻ ജുഡീഷ്യറി ഇതുപോലെ ആക്ട് ചെയ്ത മറ്റൊരു സന്ദർഭമുണ്ട് എന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്? അന്വേഷണത്തെ പരിപൂർണമായിട്ടും അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി സ്ഥാനവും ആഭ്യന്തരമന്ത്രി സ്ഥാനവും ആരോഗ്യമന്ത്രി സ്ഥാനവും ഒരുപോലെ കയ്യിൽ വച്ചിരിക്കുന്ന മമതാ ബാനർജി തന്റെ പോലീസിനെയും ഗുണ്ടാപ്പടയെയും ഇറക്കി ആ മെഡിക്കൽ കോളേജിലെ എല്ലാ തെളിവുകളും നശിപ്പിക്കുകയും കോളേജ് അടിച്ചു തകർക്കുകയും ഈ കുറ്റകൃത്യം നടന്നു എന്ന് പറയപ്പെടുന്ന മുറി ഇടിച്ചു നിരത്തി അവിടെ ഒരു പുതിയ കക്കൂസ് പണിയാൻ വേണ്ടി നടപടിയെടുക്കുകയും ചെയ്തു. അതായത് CBI വന്നെത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപ് ഒരു തെളിവും അവശേഷിപ്പിക്കപ്പെടാത്ത വിധം മുഴുവൻ CC ക്യാമറ ദൃശ്യങ്ങളും അപ്രത്യക്ഷമായി. അത് സൂക്ഷിച്ചിരുന്ന കമ്പ്യൂട്ടറുകൾ അപ്രത്യക്ഷമായി. അവിടുത്തെ മുഴുവൻ സാഹചര്യ തെളിവുകളും ഫോറൻസിക് തെളിവുകളും അശേഷം മായ്ച്ചു കളയാൻ വേണ്ടി മുറി തന്നെ ഇടിച്ചു നിരത്തി കളഞ്ഞു. ഇത്രയും ചെയ്തത് അവിടുത്തെ ഭരണകൂടമാണ്. ഭരണകൂടം കയ്യിലുള്ള പോലീസിനെയും പാർട്ടി ഗുണ്ടകളെയും ഉപയോഗിച്ച് ഇത് ചെയ്തു എന്ന് ബോധ്യമായപ്പോഴാണല്ലോ കൽക്കട്ട ഹൈക്കോടതി വിഷയം CBIക്ക് വിട്ടതും സുപ്രീം കോടതി ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടതും.
ഇത്രയും വ്യക്തമായ സ്ഥിതിക്ക് ജനങ്ങൾക്ക് ഇനി സംശയിക്കാനൊന്നുമില്ല. ബംഗാളിലെ ജനങ്ങൾ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഈ ഭരണകൂട ഭീകരത പശ്ചിമ ബംഗാളിനെ എപ്രകാരം ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി നമ്മൾ കണ്ടറിഞ്ഞില്ല എങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവരുടെ മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള ജനാധിപത്യ ധ്വംസനങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ഇനിയും ആവർത്തിക്കും. ഇവിടെ നമ്മൾക്ക് കാണേണ്ടി വരുന്നത് ഹസ്രത്തിലെ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ട സമയത്ത് ഇതേ മമതാ ബാനർജി അവിടത്തേക്ക് പ്രതിനിധി സംഘത്തെ അയച്ചു എന്ന് മാത്രമല്ല അത് എന്റെ മകളാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഹസ്രത്തിലെ പെൺകുട്ടി എന്റെ മകളാണെങ്കിൽ ഈ പെൺകുട്ടി ആരുടെ മകളാണ് എന്ന ചോദ്യത്തിന് മമതയ്ക്ക് മറുപടിയില്ല. അതേപോലെ അവിടെ മമത ഇന്ന് നാടകം കളിക്കുകയാണ്. കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യണം. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ആരാണ്? അത് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു കുറ്റവാളികളെ തൂക്കിക്കൊല്ലണം. പൊതുജനങ്ങളുടെ കയ്യടി മേടിക്കാൻ പറ്റിയ നല്ല ഡയലോഗാണ്. പക്ഷെ ഇത്തവണ ഡയലോഗും ഏൽക്കും എന്ന് തോന്നുന്നില്ല. കാരണം ജനങ്ങൾക്കൊക്കെ അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം ഈ കുറ്റവാളിയെ തൂക്കിക്കൊല്ലുന്നത് നരേന്ദ്രമോദിയല്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ആ പടവും ചെലവാകാൻ പോകുന്നില്ല. ഏതായാലും ഇത് ഒരു വലിയ മെസ്സേജ് ആണ് തരുന്നത്. അധികാരം നിലനിർത്താൻ വേണ്ടി ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ ഇസ്ലാമിക തീവ്രവാദി ശക്തികൾക്ക് റേഷൻ കാർഡ് മുതൽ വോട്ടർ ID കാർഡ് വരെ കൊടുത്ത് ആ പറഞ്ഞ റേഷൻ കാർഡ് വോട്ടർ ID കാർഡും ഒക്കെ മേടിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് കീശയിലാക്കി വെച്ചിരിക്കുന്ന മമതാ ബാനർജി ഇത്തവണ മുട്ടുകുത്തി വീഴുക തന്നെ ചെയ്യും. അതിന് കേന്ദ്രം ഒന്ന് പിരിച്ചുവിടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അയ്യോ ഞങ്ങളെ കേന്ദ്രം പിരിച്ചുവിട്ടു, വലിയ വലിയ വകുപ്പുകൾ എടുത്തു, ജനാധിപത്യ ധ്വംസനം, അടിയന്തരാവസ്ഥ വരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷത്തിന് വീണ്ടും ഐക്യപ്പെടാനും ഇന്ത്യ മുന്നണിയെ വീണ്ടും ബംഗാളിൽ അണിനിരത്താനുമുള്ള സാഹചര്യം കേന്ദ്രം ഒരുക്കും എന്ന് തോന്നുന്നില്ല. അല്ലാതെ തന്നെ ഉയർന്നു വരുന്ന ബഹുജന പ്രക്ഷോഭത്തിന്റെ മുന്നിൽ മമതാ ബാനർജിക്ക് പടിയിറങ്ങേണ്ടി വരും. ഇവിടെ ഏറ്റവും ഭീകരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ കൊല നടന്നിരിക്കുന്നത് പൊതുനിരത്തിലല്ല, ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചല്ല, തട്ടിക്കൊണ്ടുപോയിട്ടല്ല, മറിച്ച് ആ ഡോക്ടർ ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ മെഡിക്കൽ കോളേജിന്റെ RG മെഡിക്കൽ കോളേജിന്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ അവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇത്തരുണത്തിൽ നമുക്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പശ്ചിമ ബംഗാളിൽ എന്താണ് ചെയ്തിരുന്നത് അത് 10 മടങ്ങ് ശക്തമായിട്ട് ഇന്ന് മമതാ ബാനർജി ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾ അവരുടെ കീഴിൽ തഴച്ചു വളർന്നിരുന്ന അവിടുത്തെ ഭീകര അധോലോക സംഘങ്ങൾ, മയക്കുമരുന്ന് മാഫിയ, കള്ളക്കടത്ത് സംഘങ്ങൾ അതേപടി തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും മമതാ ബാനർജിയില് അഭയം പ്രാപിക്കുകയും ചെയ്തു. അഴിമതി എന്നുള്ളത് വളരെ വ്യക്തമായി സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിലെ സുപ്രധാന വകുപ്പുകളൊക്കെ മുഖ്യമന്ത്രിയും മരുമകനും കൈപ്പിടിയിൽ ഒതുക്കിയെന്ന് പറയുന്ന പോലെ അവിടെ മമതാ ബാനർജി മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രിയാണ്, ആരോഗ്യമന്ത്രിയാണ്. അപ്പൊ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരിക്കുന്ന ഒരാൾ ആരോഗ്യമന്ത്രി കൂടിയാകുന്ന എന്തിനാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ കേസുമായിട്ട് വളരെയേറെ കെട്ടുപിണഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഞാനത് അല്പം ഒന്ന് വിശദീകരിക്കാം. അതായത് ബംഗാളിലെ ഏറ്റവും വലിയ മാഫിയ പ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തിൽ ഇരുന്ന് കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം കേരളത്തിൽ ഏറ്റവും വലിയ മാഫിയ പ്രവർത്തനം കള്ളക്കടത്ത്, സ്വർണ്ണ കള്ളക്കടത്താണ് എന്ന് പറയും. എന്തുകൊണ്ടാണ്? സ്വർണം കള്ളക്കടത്തി കൊണ്ടുവരാൻ ഉള്ള ആൾക്കാര് ഗൾഫ് രാജ്യങ്ങളുമായി നിരന്തരം ബന്ധപ്പെടാനും കേരളത്തിന്റെ മണ്ണിൽ അത് വിറ്റഴിക്കാനും കഴിയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അത് ചെയ്യുന്നത്. എന്നാൽ ഇതുപോലെ ഒരു പ്രത്യേക വിഭാഗം പശ്ചിമ ബംഗാളിലുണ്ട്. അത് മയക്കുമരുന്ന് മാഫിയ ആണ്. ഈ മയക്കുമരുന്ന് മാഫിയയും മെഡിക്കൽ കോളേജുകളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. അതിന്റെ കാരണം അനസ്തേഷ്യയ്ക്ക് ഉപയോഗിക്കുന്ന പല മരുന്നുകളും മയക്കുമരുന്ന് തന്നെയാണ്, അല്ലെങ്കിൽ മയക്കുമരുന്നുമായി സാമ്യമുള്ളതാണ്. ഇപ്പൊ പെത്തഡിൻ പോലെയൊക്കെയുള്ള മരുന്നുകൾ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല, എല്ലാ ആശുപത്രിക്കാർക്കും വാങ്ങാനും പറ്റില്ല. എന്നാൽ അത് വാങ്ങാനുള്ള അനുമതിയുള്ള മെഡിക്കൽ കോളേജുകൾക്ക് ആ അനുമതിയുടെ പേരിൽ എത്ര വേണമെങ്കിലും മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്താൻ പറ്റും. ഇതിന്റെ ഒരു ചാനൽ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒരു 10 കോടി രൂപയുടെ ഒരു മരുന്ന് അല്ലെങ്കിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഡ്രഗ്സ് വാങ്ങാനുള്ള ലൈസൻസ് ഒരു മെഡിക്കൽ കോളേജിന് കിട്ടിയെന്നിരിക്കട്ടെ. ആ 10 കോടിക്ക് പകരം 100 കോടിയുടെയോ 1000 കോടിയുടെയോ മരുന്ന് ഇറക്കുമതി ചെയ്യുന്നു. സർക്കാർ ലൈസൻസിന്റെ പേരിൽ
സർക്കാർ അനുമതിയോടെ സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് 100 കണക്കിന് കോടി രൂപയുടെ മയക്കുമരുന്ന് വരുന്നു. അതിന്റെ പേര് മെഡിസിൻ എന്ന പേരിലാണ്. അങ്ങനെ ഈ വരുന്ന മയക്കുമരുന്ന് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് വേണ്ടപ്പെട്ടവരുടെ കൈകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇത് ആശുപത്രിക്കുള്ളിൽ റെക്കോർഡിക്കലായിട്ടും അതുപോലെ തന്നെ കോൺഫിഡൻഷ്യലായിട്ട് രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യണം എന്നുള്ളത് കൊണ്ട് ആശുപത്രിയിലെ ഡോക്ടർമാർ അടക്കമുള്ള ആൾക്കാർ ഇതിന് നേതൃത്വം കൊടുക്കുന്നു. അതിന് വേണ്ടപ്പെട്ട ആൾക്കാർ ആശുപത്രിയുടെ പ്രിൻസിപ്പാൾമാർ എന്നുള്ള നിലയിൽ അവിടെ നിലയുറപ്പിക്കുന്നു. ഇവിടെ നടന്ന ഒരു സംഭവമുണ്ട്. ഇപ്പൊ RG മെഡിക്കൽ കോളേജിൽ ഈ സംഭവം ഉണ്ടായി. അവിടുത്തെ പ്രിൻസിപ്പാൾ രാജിവെച്ചു കഴിഞ്ഞപ്പോൾ ഈ കള്ളക്കടത്ത് പെട്ടെന്ന് മുറിയുകയാണ്. ദിനം പ്രതി 100 കണക്കിന് കോടി രൂപയുടെ ടേൺ ഓവറുള്ള വമ്പൻ കള്ളക്കടത്ത് പരിപാടി മുറിഞ്ഞു പോയാൽ അതിന്റെ നഷ്ടം, അതിന്റെ കമ്മീഷൻ പറ്റുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന മമതാ ബാനർജിക്കും അവരുടെ തൃണമൂൽ കോൺഗ്രസിനുമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അബദ്ധം കച്ചവടത്തിൽ പറ്റാതിരിക്കാൻ വേണ്ടി RG മെഡിക്കൽ കോളേജിൽ നിന്ന് രാജിവെച്ച പ്രിൻസിപ്പാളിനെ അതേ നഗരത്തിലെ കൽക്കട്ട മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പാളായിട്ട് മമതാ ബാനർജി നിയമിക്കുകയാണ്. കാരണം ആരോഗ്യവകുപ്പും അവരുടെ കയ്യിൽ തന്നെയാണ്. എന്താ കാരണം? അതായത് ഇയാൾ പ്രിൻസിപ്പാൾ ആയിരിക്കുന്ന മെഡിക്കൽ കോളേജിൽ കൂടി വേണം 100 കണക്കിന് കോടി രൂപയുടെ മയക്കുമരുന്ന് കച്ചവടം നടത്താൻ. അതുകൊണ്ട് പ്രിൻസിപ്പാൾ സ്ഥാനത്ത് നിന്ന് ഇയാൾ മാറിയാൽ മമതാ ബാനർജിയുടെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടും, ഇല്ലെങ്കിൽ കള്ളി പുറത്താവും. അതുകൊണ്ട് അയാളെ മറ്റൊരു മെഡിക്കൽ കോളേജിൽ തൊട്ടടുത്ത് തന്നെ നിയമിച്ചില്ല എങ്കിൽ കച്ചവടം പൊളിയും. ഇത് ഏതെങ്കിലും ഒരു സൂപ്രണ്ടിനോ അതല്ലെങ്കിൽ പ്രിൻസിപ്പാളിനോ മാത്രം കൈകാര്യം ചെയ്യാവുന്ന കാര്യമല്ല. അതിനുവേണ്ടി ഈ ഡോക്ടർമാരെ തന്നെ മറയായി കാരിയേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് MBBS പാസ്സായിട്ടുള്ള ഡോക്ടർമാരാണ് PG പഠിക്കാൻ വേണ്ടി MD MS പോലെയുള്ള കോഴ്സുകളിൽ ചേരുന്നത്. അപ്പോൾ അവര് ഈ മയക്കുമരുന്ന് മാഫിയായിക്ക് പിന്തുണ കൊടുത്തില്ല എങ്കിൽ അത് പലതരത്തിൽ കാരിയേഴ്സ് ആയിട്ട് വേണം ചെയ്യാം, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കാം, അതല്ലെങ്കിൽ അതിന്റെ കമ്മീഷൻ പറ്റാം, അതല്ലെങ്കിൽ വിതരണക്കാരിലെത്തിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും അവർക്ക് ചെയ്യാം. ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നിശബ്ദത പാലിക്കാം. പക്ഷെ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടി നിശബ്ദത പാലിച്ചില്ല. അവർ ഈ കള്ളക്കടത്തിന് കൂട്ടുനിന്നില്ല. അവർ ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തി. അതാണ് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്നാണ് ഇപ്പോൾ സംശയിക്കപ്പെടേണ്ടത്. ഈ പെൺകുട്ടിയുടെ കേസ് അന്വേഷിക്കുന്ന ആ സമയത്ത് ആ കേസിനെ സംബന്ധിച്ച് സുപ്രധാനമായ തെളിവ് ലഭിക്കേണ്ട പെൺകുട്ടിയുടെ ഡയറി, അതിന്റെ പേജുകൾ കീറി നശിപ്പിച്ച രീതിയിലാണ് പോലീസിന്റെ കയ്യിലെത്തുന്നത് എന്ന് പറയുന്നു. എന്നാൽ അവരുടെ കൂടുതൽ അന്വേഷിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ സംശയം പോലീസിന്റെ കയ്യിൽ ഈ ഡയറി എത്തിയിട്ട് പോലീസാണ് അതിന്റെ പേജുകൾ കീറിക്കളഞ്ഞത് എന്നാണ്. കാരണം CBI വരുന്നു. CBI വരുന്നതിന് മുമ്പ് തെളിവ് നശിപ്പിക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഒരു അന്വേഷണ സംവിധാനത്തെയും പോലീസ് സംവിധാനത്തെയും കുറ്റാന്വേഷണ വിഭാഗത്തെയും കുറ്റം ചെയ്യാനും കൊള്ള നടത്താനും വേണ്ടി ഉപയോഗിക്കുന്ന ഭീകര സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഭരണകൂടം കുറ്റവാളിയുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ ഇനിയിപ്പോ CBI വന്നാലും സുപ്രീം കോടതി ഇടപെട്ടാലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റവാളിയെ കണ്ടെത്താനോ ശിക്ഷിക്കാനോ കഴിയുമോ എന്നുള്ളത് വലിയ അഗ്നിപരീക്ഷയാണ്. കാരണം ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പാണ്, ആരോഗ്യ വകുപ്പാണ്. ഇതെല്ലാം ഒരു വ്യക്തി തന്നെയാണ്. അവരുടെ ഗുണ്ടകൾ, അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ഈ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആയിരക്കണക്കിന് മെഡിക്കൽ വിദ്യാർത്ഥികളുണ്ട്, മറ്റ് വിദ്യാർത്ഥികളുണ്ട്, വിദ്യാർത്ഥി സമൂഹം തന്നെയുണ്ട്, പൊതുസമൂഹമുണ്ട്. അവര് ഈ മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ സമരം നടത്തുമ്പോൾ ലോറികളിൽ വന്നിറങ്ങിയ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ കൃത്യമായിട്ടും ചില മുറികൾ തകർക്കുന്നു, കൃത്യമായിട്ടും ചില കമ്പ്യൂട്ടറുകൾ തകർക്കുന്നു, കൃത്യമായി ചില സാങ്കേതിക ഉപകരണങ്ങൾ തകർക്കുന്നു. മിനിറ്റുകൾക്കുള്ളിൽ അവരുടെ ദൗത്യം പൂർത്തിയായി അവർ തിരിച്ചു പോകുന്നു. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് പൊതുജനങ്ങളാണ്, രോഷം തീർക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ പൊതുജനങ്ങൾ രോഷം തീർക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ കൃത്യമായി നിശ്ചയിക്കപ്പെട്ട കമ്പ്യൂട്ടറുകളോട് മാത്രം രോഷം തീർക്കുന്ന എന്തിനാ? കൃത്യമായി ഒരു മുറി മാത്രം ആക്രമിക്കുന്നത് എന്തിനാ? കൃത്യമായി തെളിവ് നശിപ്പിക്കുന്നത് എന്തിനാ? വേറെ ഒരു നാശകോശവും വരുത്താതെ അവരുടെ പണി തീർന്നു, വന്ന ലോറിയെ തിരിച്ചും പോയി. അവർക്ക് അവിടുത്തെ പോലീസ് സംവിധാനം അകമ്പടി സേവിച്ചു. അവരെ തൊട്ടു നോക്കിയില്ല, അറസ്റ്റ് ചെയ്തില്ല. അപ്പോൾ വളരെ കൃത്യമാണ്, മമതാ ബാനർജി അയച്ച ഗുണ്ടാപ്പട ഈ തെളിവ് നശിപ്പിച്ച് തിരിച്ചുപോയി. ഇനിയിപ്പോ CBI വരുമ്പോൾ തെളിവുകളൊന്നുമില്ല, സുപ്രീം കോടതി നോക്കിയാൽ ശിക്ഷിക്കാൻ ഉള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ കേസ് തേച്ചു മായ്ച്ചു കളയുക എന്നുള്ളത് അവരുടെ അജണ്ടയായിരുന്നു. മാത്രമല്ല, ഈ മരണം നടന്ന് 3.5 മണിക്കൂറിന് ശേഷം സ്വന്തം മാതാപിതാക്കളെ
ആശുപത്രി അധികൃതർ വിളിച്ചറിയിക്കുന്നത് മകൾ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ്. അപ്പോൾ തന്നെ അവർക്ക് സംശയം തോന്നി. അവര് ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് 3.5 മണിക്കൂർ വീണ്ടും കഴിഞ്ഞിട്ടാണ് അതിൽ അച്ഛനെ മാത്രം മൃതശരീരം കാണാൻ വേണ്ടി അനുവദിക്കുന്നത്. ഈ മൃതശരീരം കണ്ട അച്ഛൻ പറഞ്ഞു ഇത് ആത്മഹത്യയല്ല. അത്രമാത്രം വികൃതമായ രീതിയിൽ ശരീരം മുറിവേറ്റിരിക്കുന്നു, രക്തം വാർന്നൊഴുകുന്നു, പറയാൻ വയ്യാത്ത വിധത്തിലുള്ള ഭാഗങ്ങളിലൊക്കെ വലിയ അതിക്രമം നടന്നത് കൃത്യമായി അച്ഛന് കാണാൻ കഴിഞ്ഞു. അച്ഛൻ പറഞ്ഞു ഇതൊരിക്കലും ആത്മഹത്യയല്ല, ഇത് കൊലപാതകമാണ്. പിന്നീട് നടന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ അത്ഭുതകരമായ, അവിശ്വസനീയമായ, അതിഭീകരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മെഡിക്കൽ റിപ്പോർട്ടുകളാണ്. അതായത് 150 ഗ്രാം പുരുഷ ബീജം ആ ശരീരത്തിൽ നിന്ന് കണ്ടെത്തി എന്ന് പറയുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനായ ഒരു പുരുഷൻ ഒരു സമയത്ത് പുറപ്പെടുവിക്കാൻ കഴിയുന്നത് പരമാവധി 15 ഗ്രാം മാത്രമാണെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നതെങ്കിൽ അതിന്റെ 10 ഇരട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണശേഷവും മൃതശരീരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സൂചനകളുണ്ട്. എത്ര ക്രൂരമാണ്, എത്ര ഭീകരവും ബീഭത്സവുമാണ്. അപ്പോൾ മമതാ ബാനർജി എത്ര ഭയങ്കരിയായ രാക്ഷസിയാണ്. ആ രാക്ഷസിയുടെ ഭരണം നടത്തുന്ന പശ്ചിമ ബംഗാൾ, അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ എന്തു പിഴച്ചു എന്നുള്ള ചോദ്യമാണ് ഇപ്പൊ അവിടെ അന്തരീക്ഷത്തിൽ ഉയരുന്നത്. എന്തുകൊണ്ടെന്നാൽ അധികാരം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഏതാനും MLA-മാരും MP-മാരും മന്ത്രിമാരും കയ്യിലുണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷ നിര ഒപ്പം പിന്തുണയ്ക്കാനുണ്ട്, മാധ്യമങ്ങൾ വെള്ളപൂശാനുണ്ട്, ആവശ്യത്തിന് പണം കയ്യിലുണ്ട്, അധികാരമുണ്ട്, എന്തും ചെയ്തു കളയും എന്നുള്ള അഹങ്കാരവും കൂടി വന്നപ്പോഴാണ് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഇടപെടേണ്ടി വന്നത്, CBI-യെ നിയോഗിക്കേണ്ടി വന്നത്. പക്ഷേ ഇനിയും സമരം മുന്നോട്ട് പോകും. കാരണം ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച കണ്ടോളൂ. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി വരും, പിന്തുണ കൊടുക്കും. ഇനിയിപ്പോൾ ആംനസ്റ്റി ഇന്റർനാഷണൽ അതടക്കമുള്ള അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഇവരൊക്കെ മാളങ്ങളിൽ പോയി ഒളിക്കും. മാധ്യമങ്ങൾ ഈ വിഷയം കണ്ടില്ല എന്ന് നടിക്കും. ചാനൽ ചർച്ചകളിൽ മറ്റ് വിഷയങ്ങൾ കൊണ്ടുവന്ന് ഈ വിഷയത്തെ തമസ്കരിക്കും. ബുദ്ധിജീവികളും സാംസ്കാരിക നായകളും പതിവ് പോലെ ആസനത്തിൽ വാലും തിരികെ കിടന്ന് ഉറങ്ങും. അപ്പോൾ പിന്നെ എന്താകാമല്ലോ. പിന്നെ കേന്ദ്ര നേതൃത്വം എന്തെങ്കിലും ശക്തമായ നടപടിയെടുത്താൽ അയ്യോ ഞങ്ങളെ പിരിച്ചുവിടാൻ വരുന്നു, ജനാധിപത്യ ധ്വംസനം എന്ന് പറഞ്ഞ് അമേരിക്ക മുതൽ ചൈന വരെയുള്ളവന്മാർ വാലും പൊക്കിക്കൊണ്ടുവരും. അപ്പൊ ഇതെല്ലാം ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭരണത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ജനങ്ങൾ തെരുവിൽ നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഏതായാലും അതിനേക്കാൾ ഭീകരം എന്ന് എനിക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഇന്ത്യ ഒന്നടങ്കം ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കുന്ന നിശബ്ദതയും ഇവിടുത്തെ സാംസ്കാരിക സാഹിത്യ നായകന്മാർ കാണിക്കുന്ന നിശബ്ദതയും അതേപോലെ തന്നെ മാഫിയ സംവിധാനം അരക്കെട്ടുറപ്പിക്കുന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെയും കോടതികളെയും വെല്ലുവിളിക്കുന്ന മമതാ ബാനർജിയുടെ നീക്കങ്ങളെയുമാണ്. അപ്പോൾ ഈ ഭീകര ഭരണം എത്രയും വേഗം അവസാനിപ്പിക്കാൻ പശ്ചിമ ബംഗാളിലെ ജനങ്ങളോടൊപ്പം ചേരുക എന്നുള്ളതാണ് ജനാധിപത്യ ബോധവും ദേശസ്നേഹവും മനുഷ്യ സ്നേഹവുമുള്ള ഏതൊരു വ്യക്തിയും ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത് എന്നും ഞാൻ കരുതുന്നു. സർ, നമ്മൾക്കറിയാം ത്രിപുരയിലും ബംഗാളിലും ഒക്കെ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് അവിടെ കാലിടറിയത്, അല്ലെങ്കിൽ ജനങ്ങൾ അവരെ നിഷ്കാസനം ചെയ്യിച്ചതെന്നൊക്കെ നമ്മൾക്കറിയാം. മാത്രമല്ല നമ്മുടെ കേരളത്തിലെ വയനാട് വൈത്തിരിയിൽ നടന്ന സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ SFI-ക്കാർ മൃഗീയമായി കൊലപ്പെടുത്തിയ ആ ഒരു കാര്യം കൂടി ഇതിട്ട് ഒരുപാട് സാമ്യതകൾ വരുന്നത് കൊണ്ടാണ് സാറ് സംസാരിച്ചപ്പോൾ എനിക്ക് വന്നതാണ്. അവിടെ ഒരു ഡോക്ടർ ആണെങ്കിൽ ഇവിടെയാണെങ്കിൽ ആ ഒരു പയ്യനാണ് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വെറ്ററിനറി, അതിൽ പഠിക്കുന്ന ഒരു ഭാവിയിൽ ഡോക്ടറായി വരേണ്ട പയ്യൻ തന്നെയാണ് ണെന്ന് പറയേണ്ടതുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ആ ഒരു താരതമ്യം ഇവിടെ വരുന്നതോടുകൂടി തന്നെ ത്രിപുരയിലും ബംഗാളിലും നടന്ന എന്തായിരുന്നു ഇവർക്ക് അവിടെ സംഭവിച്ചത് എന്നതുകൂടി മാന്യ പ്രേക്ഷകരോടൊന്ന് വിവരിക്കുമ്പോൾ ഇവരുടെ ആ ദുഷ്ടതയുടെ ആ ഒരു ഡെപ്ത് മനസ്സിലാക്കാൻ പറ്റില്ലേ സാർ? തീർച്ചയായിട്ടും. ഇപ്പൊ മഹാരാജാസ് കോളേജിലാണെങ്കിലും വൈത്തിരി കോളേജിലാണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ SFI-യുടെ പേരിൽ കാണിച്ചു കൂട്ടുന്ന അക്രമ പ്രവർത്തനങ്ങൾ, ഇത് പണ്ട് സോവിയറ്റ് യൂണിയനിലും പിന്നീട് ചൈനയിലും അധികാരമുണ്ടായിരുന്ന 52 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും കോടാനുകോടി ജനങ്ങളെ കൊന്നു തള്ളിയ അതേ കമ്മ്യൂണിസ്റ്റ് ഭീകര മനസ്സാണ് ഈ കേരളത്തില്, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണമുണ്ടായിരുന്ന ബംഗാളിലും ത്രിപുരയിലും
നമ്മൾ കണ്ട ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു തള്ളിയ ഭീകരതയുടെ പിന്നിലുള്ളത്. ഇന്ന് മമതാ ബാനർജിക്ക് അതേ ആൾക്കാര്, അതായത് CPIM ഭീകരന്മാര് അധികാരത്തിന്റെ തണലിലേക്ക് കാലുമാറി ഇന്ന് മമതാ ബാനർജിയുടെ കൂടെ കൂടിയിരിക്കുന്നു. അതായത് ഇന്നലത്തെ CPM ആണ് ഇന്നത്തെ തൃണമൂൽ കോൺഗ്രസ്. അപ്പോൾ അവരുടെ ആ ഒരു ഭീകര സംവിധാനങ്ങൾ, അതിൽ കിട്ടിയ പരിശീലനം, അതിന്റെ പ്രാവീണ്യം, ഇത് മുഴുവൻ ഇന്ന് മമതാ ബാനർജി സ്വന്തമാക്കി കഴിഞ്ഞു. അതായത് പ്രച്ഛന്ന വേഷത്തിലുള്ള CPM തന്നെയാണ് മമതാ ബാനർജി. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ, അതായത് പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ അധികാരത്തിന്, ഏകാധിപത്യത്തിന് എതിര് നിൽക്കുന്ന ആരെയും, അത് തന്റെ കൂടെയുള്ളവരാണെങ്കിലും മടിയില്ലാതെ തട്ടിക്കളയുക, കൊന്നുകളയുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമാണ്. നമുക്കറിയാം, സഖാവ് ലെനിൻ സോവിയറ്റ് യൂണിയന്റെ അധികാരം പിടിച്ചെടുക്കുമ്പോഴും മാവോ സേതുങ് ചൈനയുടെ അധികാരം പിടിച്ചെടുക്കുമ്പോഴും അവര് വർഗശത്രുക്കൾക്കെതിരെ, മറ്റ് രാഷ്ട്രങ്ങൾക്കെതിരെ അല്ല യുദ്ധം ചെയ്തത്. സ്വന്തം പോളിറ്റ് ബ്യൂറോയിലെ മഹാഭൂരിപക്ഷം പേരെയും കൊന്നൊടുക്കിക്കൊണ്ട് പാർട്ടിയുടെ അധികാര സ്ഥാനത്തേക്ക് ലെനിനാണെങ്കിലും ബ്രഷ്നേവ്, ക്രൂഷ്ചേവ് പോലെയുള്ള ആൾക്കാരാണെങ്കിലും സ്റ്റാലിൻ ആണെങ്കിലും അവരെല്ലാം നടത്തിയ നിലപാടുകൾ ഒന്ന് തന്നെയാണ്. അവരുടെ കൂട്ടക്കൊല സ്വന്തം പാർട്ടിക്കുള്ളിലെ നേതാക്കന്മാർക്കെതിരെയായിരുന്നു. അത് തന്നെയാണ് ചൈനയിലും. മാവോ സേതുങ് ചൈനയിലെ ജനാധിപത്യ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ആരെയാണ് കൊന്നൊടുക്കിയത്? സ്വന്തം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ, സ്വന്തം നേതാക്കളെ. അങ്ങനെയുള്ളവരെ വെട്ടിയൊതുക്കി കൊന്നൊതുക്കിയിട്ട് ഒരു വ്യക്തിയിലേക്ക് അധികാരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന ചൈനയിൽ വരെ എത്തുന്നത് ആ ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. ആരാണോ അധികാരം കയ്യിലുള്ളത് അയാൾ ആദ്യം പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കുന്നു, പിന്നെ ജനങ്ങളെ കൊന്നൊടുക്കുന്നു, ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണം നടത്തുന്നു. അതിന് മറ പിടിക്കാൻ വേണ്ടിയും കുഴലൂതാൻ വേണ്ടിയും പിന്തുണ കൊടുക്കാൻ വേണ്ടിയും ടൺ കണക്കിന് നോട്ടുകെട്ടുകൾ ഒഴുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ അവരുടെ വീടുകളിലേക്ക് അയച്ചുകൊണ്ട് ചാനലുകളെയും പത്രങ്ങളെയും വിലക്കെടുക്കുന്നു. സാംസ്കാരിക ബുദ്ധിജീവി നായകന്മാരെ സ്വർണ്ണ തുടലിട്ട് പൂട്ടി കൈപ്പിടിച്ചിരിക്കുന്നു. ഇതാണ് കമ്മ്യൂണിസ്റ്റ് ഭരണം എക്കാലത്തും ചെയ്തിരുന്നത്. അപ്പോൾ അതിന്റെ തനിയാവർത്തനം തന്നെയാണ് ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിലും കാണുന്നത്. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജിയെ രക്ഷിക്കുക എന്നുള്ളത് കേരളത്തിന്റെ ദൗത്യമായതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളും തീർച്ചയായിട്ടും മമതാ ബാനർജിക്ക് എതിരായിട്ടുള്ള നിലപാട് തന്നെ അനുകൂലമായ നിലപാട് സ്വീകരിക്കും. എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന BJPയെ അല്ലെങ്കിൽ അതുപോലെയുള്ള മാധ്യമങ്ങളെ അവര് മറ്റു രീതിയിൽ നേരിടുകയും തേജോവധം ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇന്ന് പശ്ചിമ ബംഗാളിൽ സംഭവിക്കുന്നത് നാളെ കേരളത്തിൽ സംഭവിക്കും. അതിന്റെ സൂചനയാണ് അഭിമന്യുവും അതേപോലെ തന്നെയാണ് സിദ്ധാർത്ഥും ഒക്കെ എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലും ഇത് തന്നെ നടക്കും. ഇത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇത് പശ്ചിമ ബംഗാളിൽ CPM എന്ത് ചെയ്തോ അതിന്റെ തനിയാവർത്തനമാണ് മമതാ ബാനർജി ചെയ്യുന്നതെങ്കിൽ അതിന്റെ തനിയാവർത്തനമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ PSC റാങ്ക് ലിസ്റ്റിലെ 3-1 ഒഴിവുകൾ മാത്രം നികത്തുകയും 3-2 ഒഴിവുകൾ പാർട്ടി ഓഫീസിൽ കൂടി നടത്തുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇവിടുത്തെ പൊതു ഭരണ സംവിധാനത്തെയും ബ്യൂറോക്രസിയെയും പരിപൂർണമായി CPM വൽക്കരിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പോലീസിനെ CPM വൽക്കരിച്ചു കഴിഞ്ഞു. ജുഡീഷ്യൽ സംവിധാനത്തിൽ കയറി പറ്റാവുന്നിടത്തോളം പേര് കയറി പറ്റിയിരിക്കുന്നു. ഗവൺമെന്റിന്റെ എല്ലാ മേഖലകളിലും പിൻവാതിൽ നിയമനങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളെ തിരികെ കയറ്റിയിരിക്കുന്നു. ഇപ്പോൾ കൽക്കട്ടയിലെ RG മെഡിക്കൽ കോളേജിൽ പോലീസിന്റെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ഒരു തൃണമൂൽ കോൺഗ്രസ് ഗുണ്ട, അയാളെ അവിടെ വെച്ചിട്ട് അയാളുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ചെയ്തത് എന്നിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് ആസൂത്രിതമായ ഒരു കമ്മ്യൂണിസ്റ്റ് ഭീകര ഭരണകൂടം എപ്രകാരമാണോ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ എക്കാലത്തും പ്രവർത്തിച്ചിരുന്നത്, എങ്ങനെയാണോ തൃണമൂൽ കോൺഗ്രസ് എങ്ങനെയാണ് CPM പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും പ്രവർത്തിക്കുന്നത്, അത് തന്നെ അവിടെ ചെയ്യുന്നു. ഇപ്പൊ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഏറ്റവും ഭീകരമായ രീതിയിൽ പാർട്ടിക്കുള്ളിൽ ഇപ്പൊ P ശശിക്കെതിരെയൊക്കെയുള്ള നടപടികൾ നമുക്ക് കണ്ടല്ലോ. പാർട്ടിക്ക് നടപടി എടുക്കാതിരിക്കാൻ വയ്യ, നടപടി എടുത്തു എന്ന് വരുത്തുകയും അവസാനം പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ P ശശിയെ പരിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പീഡനം അനുഭവിച്ചവരും പീഡിപ്പിക്കപ്പെട്ടവരുമെല്ലാം പെരുവഴി ആധാരമാവുകയും തെരുവിലാവുകയും ചെയ്യും. നാളെ അവർക്ക് നാവില്ലാത്ത അവസ്ഥ വരും. മിണ്ടിയാൽ തട്ടിക്കളയുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പേടിച്ച് വിറച്ച് ഇവരൊക്കെ നിശബ്ദത പാലിക്കേണ്ടി വരും. ഇപ്പൊ കേരളത്തിൽ നമ്മൾ കാണുന്നതല്ലേ, പിണറായി വിജയൻ ഭീകരനാണെന്ന് എല്ലാവർക്കും അറിയാം. പാർട്ടി ഭീകരമായ ഭരണമാണ് നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പീഡനം അനുഭവിക്കുന്ന പാർട്ടിയിലെ പെൺസഖാക്കളും
അതുപോലെ തന്നെ പീഡനം അനുഭവിക്കുകയും മതപീഡനം അനുവദിക്കുകയും ചെയ്യുന്ന പാർട്ടിയിലെ മറ്റ് സഖാക്കളും നിശബ്ദരായി നിന്ന് സഹിക്കുന്നത് പോലെ പശ്ചിമ ബംഗാളിലെ സഹനത്തിന് നെല്ലിപ്പടി കണ്ടപ്പോഴാണല്ലോ അവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചാടിയത്. പക്ഷെ തൃണമൂൽ കോൺഗ്രസ് വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ജനങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ സമാനമായ കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് പശ്ചിമ ബംഗാളിന്റെ മാനസികാവസ്ഥ പരിപൂർണമായി മനസ്സിലാകുന്നത് മലയാളിക്കാണ്. അതുകൊണ്ട് മലയാളി ഇതിനെതിരെ കൃത്യമായും സടകുടഞ്ഞ് എഴുന്നേക്കണം. ഇല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ കേരളത്തിൽ ആവർത്തിക്കും. മമതാ ബാനർജി എന്ന് പറയുന്ന അതിഭയങ്കരിയായിട്ടുള്ള ഈ രാക്ഷസിയുടെ പുനരവതാരം എന്നുള്ള നിലയിൽ കേരളത്തിലും പല രാക്ഷസിമാരും CPM-നകത്തുനിന്ന് തലപൊക്കും എന്നുള്ളത് നമ്മൾ കണ്ടനുഭവിക്കേണ്ടി വരും. സർ, നമ്മൾക്കറിയാം ഇപ്പോൾ ബംഗാളിനെയും അതല്ലെങ്കിൽ കേരളത്തെയും കമ്പയർ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം പിണറായി വിജയന്റെ സ്നേഹസമ്പന്നരായിട്ടുള്ള അതിഥി തൊഴിലാളികൾ ഇവിടേക്ക് ഓരോ റെയിൽവേ സ്റ്റേഷനിലും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്നിറങ്ങുന്നതിന് യാതൊരു കണക്കുമില്ല എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെയാണ് പശ്ചിമ ബംഗാളിൽ ബംഗ്ലാദേശിൽ നിന്ന് ഇഷ്ടംപോലെ എണ്ണം കുടിയേറി പാർത്തിട്ടുണ്ടെന്നറിയാം. ഏറ്റവും കൂടുതൽ പൗരത്വ ഭേദഗതിക്കെതിരെ ഏറ്റവും കൂടുതൽ നിലപാടെടുത്തിട്ടുള്ളത് പിണറായി വിജയനും ഈ മമതയുമാണ് എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. എങ്ങനെയാണ് സർ ഈ പൗരത്വ ഭേദഗതിയെ കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഈ രണ്ട് സ്റ്റേറ്റുകളിൽ നടക്കുന്ന ഈ കുടിയേറി പാർക്കൽ? കാരണം ഇവിടെ രഹസ്യമായിട്ടാണെങ്കിൽ പോലും പാകിസ്ഥാനികളും അഫ്ഗാനിസ്ഥാനികളും പോലും ഇവിടെ ഉണ്ട് എന്നുള്ള വിവരം പോലും പല ഓൺലൈൻ ചാനലുകാരും അവരുടെ ആ ഒരു ഹിഡൻ ക്യാമറ ഓപ്പറേഷനിലൂടെയൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ബംഗ്ലാദേശികളുടെ ഐഡന്റിറ്റി കാർഡ് പോലും ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിലോ കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് സർ അതിനെയും കൂടി ആ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയെ കൂടി നമ്മുടെ പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? അതായത് CPM-ന് വളരെ കൃത്യമായ അജണ്ട ഉണ്ട്. CPM ഒരു ജനാധിപത്യ പാർട്ടിയല്ല. CPM ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തിനകത്ത് യാതൊരു കാരണവശാലും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ചൈനയില്, ക്യൂബയില്, കൊറിയയില് പ്രതിപക്ഷ നേതാവിനെ കാണിക്കാമോ, പ്രതിപക്ഷ പാർട്ടിയെ കാണിക്കാമോ, തെരഞ്ഞെടുപ്പിനെ കാണിക്കാമോ? ഇല്ലല്ലോ. അപ്പോൾ പ്രത്യയശാസ്ത്രപരമായി തെരഞ്ഞെടുപ്പിനെ തള്ളിക്കളഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ മുഴുവൻ അട്ടിമറിക്കുകയാണ് ചെയ്തത്. അതിനുവേണ്ടി അവർ വളരെ ഫലപ്രദമായി ചെയ്ത ഒരു കാര്യമാണ് ബംഗാളിൽ നിന്ന് വരുന്ന തീവ്രവാദി മുസ്ലിങ്ങൾക്ക് ആദ്യം റേഷൻ കാർഡ് കൊടുക്കും, പിന്നെ വോട്ടർ ID കൊടുക്കും, പിന്നെ ബാക്കിയെല്ലാം കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൽ ഇപ്പോൾ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വാർഡ് വിഭജനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ CPM-നോ LDF-നോ ഭൂരിപക്ഷമില്ലാത്ത വാർഡുകൾ, അത് BJP ആവട്ടെ, കോൺഗ്രസിന്റെ ആവട്ടെ, സ്വതന്ത്രന്മാര് ആരും ആവട്ടെ, അങ്ങനെയുള്ളവരുടെ വാർഡുകൾ കീറി മുറിച്ച് അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തും. അങ്ങനെ ഭൂരിപക്ഷം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരു വലിയ സൈന്യം ഇന്ന് കേരളത്തിലുണ്ട്. ആ സൈന്യത്തിൽ 40 ലക്ഷം വോട്ടർമാരുണ്ട്. 40 ലക്ഷം. അപ്പൊ 40 ലക്ഷം അതിഥി തൊഴിലാളികൾ എന്ന് ഇവർ വിളിക്കുന്ന ഈ പറയുന്ന റോഹിംഗ്യന്മാരടക്കമുള്ള അപകടകാരികളായിട്ടുള്ള ബംഗ്ലാദേശി മുസ്ലിങ്ങളെ കേരളത്തിന്റെ ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലും ഓരോ പഞ്ചായത്ത് അതിർത്തിക്കകത്തും CPM വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഓരോ ബൂത്തിലും അല്ലെങ്കിൽ ഓരോ പഞ്ചായത്ത് വാർഡിലും ജയിക്കാൻ CPM-നും ഇടതുപക്ഷത്തിനും ജയിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ പറയുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളെ താമസിപ്പിച്ച് അവർക്ക് വാടക വീട് കൊടുത്ത്, അവർക്ക് വോട്ടർ ID കൊടുത്ത്, അവർക്ക് ആധാർ കാർഡ് കൊടുത്ത്, തിരിച്ചറിയൽ കാർഡ് കൊടുത്ത്, പാൻ കാർഡ് വേണേൽ അതുവരെ കൊടുത്ത് എല്ലാ സംവിധാനങ്ങളോടും കൂടി വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് ചേർക്കും. 40 ലക്ഷം പേരെയാണ് കേരളത്തില് ഇപ്രകാരം CPIM വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുന്നത് എങ്കിൽ കേരളത്തിലെ വോട്ട് ചെയ്യുന്ന ജനസംഖ്യയുടെ, അതായത് വോട്ടർമാരുടെ എണ്ണത്തിന്റെ നിർണായക ശതമാനം വരും. അത് ആ നിർണായകമായ വോട്ടേഴ്സ് കൃത്യമായും LDF-ന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയ മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കൃത്യമായ ഒരു കണക്ക് CPM-ന് കിട്ടും. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വീണ്ടും പിണറായിക്ക് അധികാരത്തിൽ വരാൻ ഈ 40 ലക്ഷം ബംഗ്ലാദേശി മുസ്ലിങ്ങളും അവർക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന റോഹിംഗ്യന്മാർക്കും CPIM-മായി രഹസ്യ ബന്ധം ഉണ്ട്. അത് വലിയൊരു അജണ്ടയാണ്. ഈ അജണ്ടയായിരിക്കും ഇവിടെ നടപ്പാകാൻ പോകുന്ന കാര്യം. അതുകൊണ്ട് കേരളത്തിലെ UDF ആണെങ്കിലും BJP ആണെങ്കിലും CPM അല്ലെങ്കിൽ ആ CPM മുന്നണിക്ക് പുറത്തു നിൽക്കുന്ന മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയമില്ലാത്തവരും അതീവ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. 40 ലക്ഷം
ബംഗ്ലാദേശി മുസ്ലിങ്ങളെ CPM-ന്റെ അണികളാക്കി മാറ്റി, വോട്ടർമാരാക്കി മാറ്റി കേരളത്തിന്റെ അധികാരം എന്നേക്കുമായി പിടിച്ചെടുക്കാനുള്ള വമ്പൻ നീക്കമാണ് നടക്കുന്നത്. ഇതിന് കേരളത്തിലെ സംഘടിത തീവ്രവാദി മുസ്ലിം സംഘടനകൾ പിന്തുണ കൊടുക്കുകയും ചെയ്യും. അതായത് നമ്മളിപ്പോ സാധാരണ ഇലക്ഷന്റെ കണക്കുകൾ പറയുന്ന സമയത്ത് എല്ലാ മാധ്യമങ്ങളും ഇലക്ഷൻ പണ്ഡിതന്മാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈഴവ വോട്ട്, മുസ്ലിം വോട്ട്, നായർ വോട്ട്, ക്രിസ്ത്യൻ വോട്ട് എന്നിങ്ങനെയൊക്കെ. ഇങ്ങനെയൊക്കെ വോട്ടിന്റെ എണ്ണം പറയുമ്പോൾ മനഃപൂർവ്വം പറയാത്തൊരു കാര്യമുണ്ട്, റോഹിംഗ്യൻ വോട്ട്, ബംഗ്ലാദേശി വോട്ട്. ഇത് പറയുന്നില്ലല്ലോ. ഇത്തവണ ഈ ബംഗ്ലാദേശി വോട്ടും ഈ റോഹിംഗ്യൻ വോട്ടുമായിരിക്കും കേരളത്തില് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നത്. നമ്മൾ പതിവ് പോലെ ഹിന്ദു വോട്ട്, മുസ്ലിം വോട്ട്, ക്രിസ്ത്യൻ വോട്ട്, ന്യൂനപക്ഷ വോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും അതിനെയൊക്കെ കടത്തിവെട്ടാൻ കഴിയുന്ന സംഖ്യയാണ് ഇവരുടെ കൈവശമുള്ളത്. ഇപ്പൊ ഞാനതിന്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തില് എത്ര ഈഴവ വോട്ടുണ്ടെന്ന് ചോദിച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കണക്ക് 60 ലക്ഷം മുതൽ 90 ലക്ഷം വരെ ആയിരിക്കും. എത്ര നായർ വോട്ടുണ്ടെന്ന് ചോദിച്ചാൽ 25 ലക്ഷം മുതൽ 40 ലക്ഷം വരെ എന്ന് സുകുമാരൻ നായർ പറഞ്ഞെന്നിരിക്കും. ബാക്കിയുള്ളവരും അവരുടെ അനുസരിച്ചുള്ള കണക്കുകൾ മുന്നോട്ട് വയ്ക്കും. ക്രൈസ്തവ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ കത്തോലിക്ക വോട്ട് എത്ര, യാക്കോബായ എത്ര, സുറിയാനി എത്ര, മലങ്കട എത്ര, ഓർത്തഡോക്സ് എത്ര, അങ്ങനെ ഏതാണ്ട് 76 ജാതി വോട്ടുണ്ട് ക്രൈസ്തവരുടെ ഇടയിൽ. അവരും അതിന്റെ കണക്കെല്ലാം പറയും. പക്ഷെ ഈ കണക്കെല്ലാം പറയുന്ന ഇവിടുത്തെ പണ്ഡിതന്മാർ, ബൈജു ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം, വലിയ തെരഞ്ഞെടുപ്പ് വിശാരദന്മാരും വിശകലനന്മാരും ഒക്കെ ഉണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ഇവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബംഗാളി മുസ്ലിം വോട്ട് ഇത്ര ലക്ഷം കേരളത്തിലുണ്ട് എന്ന്? എന്തുകൊണ്ടാ പറയാത്തത്? റോഹിംഗ്യൻ വോട്ട് ഇത്ര ലക്ഷം കേരളത്തിലുണ്ട് എന്തുകൊണ്ടാ പറയാത്തത്? ഇവർക്ക് ആർക്കും അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ലോ. ഈ കണക്ക് ഞാൻ പറഞ്ഞല്ലോ, 40 ലക്ഷം ബംഗ്ലാദേശി വോട്ടുകൾ ഇവിടെ ഉണ്ട്. എന്നിട്ട് ഇവനെ ഇവിടെ ചേർത്തിരിക്കുന്ന ഉത്തർപ്രദേശിലെ തിരിച്ചറിയൽ കാർഡ്, ബീഹാറിലെ തിരിച്ചറിയൽ കാർഡ്, ഒറീസയിലെ തിരിച്ചറിയൽ കാർഡ്, ആസാമിലെ തിരിച്ചറിയൽ കാർഡ്. അപ്പൊ കണക്ക് നോക്കുമ്പോ എന്താ, UP-യിൽ നിന്ന് വന്ന ഇത്ര ലക്ഷം, ബീഹാറിൽ നിന്ന് വന്ന ഇത്ര, ഒറീസയിൽ നിന്ന് വന്ന ഇത്ര, ആസാമിൽ നിന്ന് വന്ന ഇത്ര. ബംഗ്ലാദേശികൾ എത്ര? ബംഗ്ലാദേശികളില്ല. പിന്നെ കുറച്ച് പശ്ചിമ ബംഗാളുകാരുണ്ട്, അത്രേ ഉള്ളൂ. നമുക്കൊന്നും പിടികിട്ടുകയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കിയാലും അല്ലെങ്കിൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അവർ കൊടുത്തിരിക്കുന്ന തിരിച്ചറിയൽ കാർഡ് അടക്കം, റേഷൻ കാർഡ് അടക്കം എടുത്തിട്ട് പരിശോധിച്ചാലും, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് വെച്ച് പരിശോധിച്ചാലും ഇതിനകത്ത് വരുന്ന ബംഗ്ലാദേശികളെയോ മുസ്ലിങ്ങളെയോ റോഹിംഗ്യൻ അപകടകാരികളെയോ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഭരണത്തിലിരുന്നു കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭരണത്തിലിരുന്നു കൊണ്ട് ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭരണകൂടത്തിന്റെ ഒത്താശയുണ്ട്. ഇവരുടെ പശ്ചാത്തലം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട പോലീസ്, രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ ഇതൊക്കെ തന്നെ ഇന്ന് നിശബ്ദമാണ്, അവർക്ക് പിന്തുണ കൊടുക്കുകയാണ്. പലപ്പോഴും ഇവരുടെ ക്യാമ്പുകളിൽ കയറി കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ഡൽഹി പോലീസ് ആയിരിക്കും, അല്ലെങ്കിൽ ഗുജറാത്ത് പോലീസ് ആയിരിക്കും. അതായത് BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിലെ പോലീസ് വന്ന് തെളിവ് സഹിതനെ പൊക്കി കഴിയുമ്പോഴാണ് കേരള പോലീസ് അറിയുന്നത്. എന്തുകൊണ്ടാ? കേരള പോലീസ് ഇവർക്ക് പിന്തുണ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നക്സലൈറ്റുകൾ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് നക്സലൈറ്റുകളെ വെടിവെച്ചിടുകയും ഓടിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവരും സുരക്ഷിത താവളമായിട്ട് വന്ന് കയറുന്ന എവിടെയാണ്? കേരളത്തിന്റെ വനങ്ങളില്ല. അങ്ങനെ കേരളം എന്ന് പറയുന്നത് ആഗോള ഭീകരതയുടെ ഒരു കളിത്തൊട്ടിലായി, അതുപോലെ തന്നെ ഹാച്ചറിയായി, ഇറ്റില്ലമായി, സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുക. അതിനിവിടുത്തെ UDF, LDF ഒരുപോലെ പിന്തുണ കൊടുക്കുക. അങ്ങനെയുള്ള ഒരു സാഹചര്യം കേരളത്തിൽ വന്നാൽ ഒരു സംശയവും വേണ്ട, ഇന്ന് നമ്മൾ ബംഗാളിൽ കാണുന്ന ചിത്രം നാളെ കേരളത്തിൽ ആവർത്തിക്കപ്പെടും. അതിനുള്ള എല്ലാ സമാന സാഹചര്യങ്ങളും കേരളത്തിൽ ഇവര് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. CPM-ഉം കോൺഗ്രസും അടക്കം ഇതിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ പലപ്പോഴും മതേതര മുഖം മൂടി ജനാധിപത്യ സൗമ്യ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം ഈ തീവ്രവാദികൾക്ക് പിന്തുണ കൊടുത്തില്ലെങ്കിൽ മുസ്ലിം ലീഗ് മെലിഞ്ഞു പോകും. അതുകൊണ്ട് മുസ്ലിം ലീഗും തീവ്രവാദ നിലപാടിലേക്ക് മാറേണ്ടി വരും. അതായത് പുറമെ അവര് തീവ്രവാദിയല്ല, അകമേ തീവ്രവാദിയാണ്, അതിഭീകര തീവ്രവാദിയാണ് മുസ്ലിം. അതുകൊണ്ടാണല്ലോ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ തുഞ്ചത്തെഴുത്തച്ഛന്റെ ജന്മനാട്ടിൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ലീഗ് പറഞ്ഞത്. അപ്പൊ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇനി ഞങ്ങളെക്കാൾ വലിയ ഒരു ലഷ്കർ-ഇ തോയ്ബ വേണ്ട, അത്ര വലിയ തീവ്രവാദിയായി മുസ്ലിം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ISIS ആണെങ്കിലും ലഷ്കർ-ഇ തോയ്ബയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ഭീകരവാദിയാണെങ്കിലും അതിനേക്കാൾ വലിയ ഭീകരത തോക്കെടുക്കാതെ ബാലറ്റ് പേപ്പറിൽ കൂടി സൃഷ്ടിച്ച മുസ്ലിം ലീഗ് ഇവിടെയുണ്ട്. അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസും CPM ഇവിടെയുണ്ട്. അപ്പോൾ അവരുടെ കൂടി സഹായത്തോടു കൂടി നോക്കുമ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വന്ന 40 ലക്ഷം പേരും
കേരളത്തിലെ വോട്ട് ബാങ്കിൽ 90 ലക്ഷത്തിനടുത്ത് നിൽക്കുന്ന ഇവിടുത്തെ മുസ്ലിം സംഘടിത വോട്ടും കൂടി ചേർന്നാൽ 1,30,00,000 മുസ്ലിം വോട്ട് ഈ കേരളത്തിലുണ്ട്. ഇത് ഇവിടുത്തെ പൊട്ടന്മാരായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് പാകിസ്ഥാൻ ആവുക തന്നെ ചെയ്യും. കാരണം കേരളത്തിലെ ജനസംഖ്യ എത്ര എന്ന് ചോദിച്ചാൽ പറയും 3.5 കോടി എന്ന് പറയും. ആ 3.5 കോടിയിൽ 1.25 കോടി മുസ്ലിങ്ങളായി കഴിഞ്ഞു. അതിനകത്ത് 40 കോടി ഇവിടുത്തെ അല്ല എന്ന് മാത്രം. അങ്ങനെയുള്ള ഒരു വലിയ ജനസംഖ്യാ മഹാവിസ്ഫോടനം കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. ഈ ജനസംഖ്യാ വിസ്ഫോടനം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം വോട്ട് ബാങ്കിന്റെ വിസ്ഫോടനമാണ്. ഇത് ഇവിടെ വളർത്തിക്കൊണ്ടുവന്നത് ഇവിടുത്തെ UDF LDF-ഉമാണ്. പക്ഷേ കുറെ കൂടി ബുദ്ധിയുള്ള ക്രൈസ്തവ സമൂഹം ഇത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ അവരുടെ സ്കൂളുകളിലും ആശുപത്രികളിലും കോളേജുകളിലും എന്ന് വേണ്ട അവരുടെ ഇനി പള്ളിക്കകത്ത് വരെ നിസ്കാരമുറി ചോദിക്കുന്ന ഒരു കാലം വന്നിരിക്കുക. ഇപ്പോ നിസ്സഹായരാണ്. കാരണം ഇപ്പൊ പള്ളിപ്പറമ്പില് ധാരാളം തോട്ടങ്ങളുണ്ടല്ലോ പള്ളിക്ക്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടിലാണെങ്കിൽ പള്ളിക്ക് എല്ലാ പള്ളിക്കും ഒരു 5 ഏക്കർ മുതൽ ഒരു 50 ഏക്കർ വരെ റബ്ബർ തോട്ടമുണ്ട്. ഈ റബ്ബർ തോട്ടത്തിലെല്ലാം ഇപ്പൊ ബംഗാളികൾ പണിയാൻ വരുന്നുണ്ട്. ഇനിയിപ്പോ നാളെ അവർ പറയാണ് പള്ളിയിൽ നിങ്ങൾ കുർബാന നടത്തുമ്പം ഞങ്ങൾക്ക് നമാസ് നടത്താനുള്ള ഒരു മുറിയും കൂടെ പള്ളി തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നമാസ് നടത്തി കഴിഞ്ഞ് നിങ്ങൾ കുർബാന നടത്തിയാൽ മതി, തൽക്കാലം ചേട്ടന്മാരിടയ്ക്ക് പുറകോട്ട് നിന്നോളാം പറഞ്ഞാൽ നിൽക്കല്ലാതെ ഒരു ഗതിയില്ല. കാരണം ഭരണകൂടം അവരുടെ ഇല്ല, സംവിധാനം അവരുടെ ഇല്ല. അതുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളികൾ കയറി ഇവിടുത്തെ റോഹിംഗ്യന്മാരെ നിസ്കരിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അതിന് പിന്തുണ കൊടുക്കാൻ ഇവിടെ CPM ഉണ്ടായിരിക്കും, അതിന് പിന്തുണ കൊടുക്കാൻ ഇവിടെ കോൺഗ്രസ്സുകാരനുണ്ടായിരിക്കും. ഇതാണല്ലോ ഇവിടുത്തെ അവസ്ഥ. CPM-ന്റെ ഓഫീസിൽ വീട്ടിൽ ഗണപതി ഹോമം നടത്തിയതിന്റെ ചന്ദനക്കുറിയുമായിട്ട് ചെന്ന സഖാവിനെ മുകളിലത്തെ പദവിയിലിരിക്കുന്ന മുസ്ലിം സഖാവ് നിർത്തി പൊരിച്ചത് കൊണ്ട് ആലപ്പുഴയിലെ ലോക്കൽ കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ച കഥ നമുക്കറിയാം. രാജിവെക്കാനുള്ള പ്രധാന കാര്യം എന്താണെന്നറിയാമോ? അത് കഴിഞ്ഞ് പിന്നീട് പാർട്ടിയുടെ ഒരു സമ്മേളനം നടക്കുമ്പോൾ ഈ പുറത്തിറക്കി വിട്ട, അതായത് ചന്ദനക്കുറിയും കൊണ്ട് ചെന്ന സഖാവിനെ ആക്ഷേപിച്ച് പാർട്ടിയിലെ ഓഫീസിനകത്തുനിന്ന് ഇറക്കി വിട്ടവന്റെ ബാപ്പ മുസ്ലിമിന്റെ മറ്റേ മാൻഡിൽ തൊപ്പി ഇട്ടുകൊണ്ട് പാർട്ടി പതാക ഉയർത്താൻ വന്നപ്പം ഈ ഹിന്ദു നാമധാരികളായ ജന്തുക്കൾക്ക് നൊന്തു. അന്നേരം അവർ അതിനെ ചോദ്യം ചെയ്ത് പറഞ്ഞ് മിണ്ടിപ്പോരുത്, മതേതരത്വമൊക്കെ ഹിന്ദുവിന്റെ നേരെ മതി എന്ന് പറഞ്ഞു. അവർ രാജിവെച്ച് പാർട്ടിക്ക് പുറത്തു വന്നു. ഇന്നിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. അതുകൊണ്ട് കേരളത്തിലെ മണ്ടന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഹിന്ദുക്കളും അതിനേക്കാൾ തിരുമണ്ടന്മാരായിട്ടുള്ള കോൺഗ്രസ് ഹിന്ദുക്കളും അടി കിട്ടിക്കഴിയുമ്പോൾ ഈ 1920 എന്താണോ സംഭവിച്ചത് അതുപോലെ എടുത്തിട്ട് അടിക്കുന്ന യുവന്മാരെ ആയിരിക്കും. ഏതായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, ഇപ്പൊ BJP-യുടെ കൂടെ കൂടിയിരിക്കുന്ന ക്രിസ്ത്യാനികൾക്കും BJP-ക്കാർക്കും അവരുമായിട്ട് ബന്ധമുള്ളവർക്കും ഒക്കെ ഈ അടി കിട്ടാൻ പോകുന്നില്ല. കാരണം അടിച്ചാൽ തിരിച്ചടയ്ക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. പക്ഷെ ഈ സംവിധാനം ഇല്ലാത്തവന്മാരോട് എനിക്കൊന്ന് പറയാനുള്ളത്, ഈ പറഞ്ഞ UDF ഹിന്ദു, ഈ പറയുന്ന LDF ഹിന്ദു, ഇവനൊക്കെ അടി കൊള്ളാൻ നേരത്ത് നീ UDF ആണോ LDF ആണോ എന്നൊന്നും നോക്കിയല്ല, തുണി പൊക്കി നോക്കുമ്പം ഇത് സാധനം അവൻ്റെതല്ല എന്നുണ്ടെങ്കിൽ അടി കൃത്യമായിട്ടും കിട്ടിയിരിക്കും. അന്നേരം ഞാൻ കോൺഗ്രസ് ആണേ, ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണേ, ഞാൻ നിന്റെ സഖ്യകക്ഷിയാണേ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല, അടി മേടിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ അവസ്ഥയിലേക്ക് കേരളം മാറുകയാണ്. അത് മാറ്റിയത് ഇവിടുത്തെ LDF-ഉം UDF-ഉം ചേർന്നാണ്. സർ, നമ്മൾക്കറിയാം പൗരത്വ ഭേദഗതി നടപ്പിലാക്കേണ്ട അനിവാര്യത നമ്മൾക്കറിയാം. പക്ഷെ അതിനെതിരെ ഇവിടെ പ്രതിരോധിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. മുസ്ലിങ്ങളെ, ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുസ്ലിങ്ങളെ ഇവിടെ നിന്നും കരകയറ്റ ഓടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന നിയമമാണെന്നും പറഞ്ഞ് പച്ച നുണ പടച്ചിറക്കിക്കൊണ്ട് ഇവിടെ പ്രചാരണം കൊടുത്തു. ഇന്നിപ്പോൾ അതിന്റെ അനിവാര്യത മനസ്സിലാക്കാത്ത ഈ പബ്ലിക്, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഹിന്ദു ആയാലും കോൺഗ്രസ് ഹിന്ദു ആയാലും ക്രിസ്ത്യൻസ് ആയാലും അവർക്കൊക്കെ കൊടുക്കാൻ എങ്ങനെയാണ് ഈ പൗരത്വ ഭേദഗതി നിയമം അനിവാര്യത എത്രത്തോളം കടന്നു കഴിഞ്ഞു എന്നുള്ളത് കൂടി പറയേണ്ടത് സാർ? തീർച്ചയായിട്ടും ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പായി കഴിഞ്ഞു, കേരളത്തിലും നടപ്പായി കഴിഞ്ഞു. പിണറായി വിജയൻ വെറുതെ മനുഷ്യന്റെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി ഇത് ഇവിടെ നടക്കില്ല എന്നൊക്കെ പറയും. ഇപ്പൊ സൂര്യൻ ഉദിച്ചാലും കുഴപ്പമില്ല, പക്ഷെ കേരളത്തിൽ സൂര്യൻ ഉദിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഉള്ളൂ പിണറായി വിജയന്റെ ആ കാര്യത്തിൽ. അതായത് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അതിർത്തിക്ക് വെളിയിൽ പീഡനം ഏറ്റുവാങ്ങുന്ന ന്യൂനപക്ഷങ്ങൾ, അവിടെ ന്യൂനപക്ഷങ്ങൾ എന്നുള്ള വാക്ക് ഓർക്കുക, ഇന്ത്യക്കകത്തെ ന്യൂനപക്ഷമല്ലല്ലോ പാകിസ്ഥാനിലെ ന്യൂനപക്ഷം. പാകിസ്ഥാനിലെ, അഫ്ഗാനിസ്ഥാനിലെ, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം, അല്ലെങ്കിൽ ബർമയിലെ, ശ്രീലങ്കയിലെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഈ പറയുന്ന
അവിടുത്തെ ഭരണകക്ഷിയാണ്. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലെ ഭരണകക്ഷി എന്ന് പറയുന്നത്, ഭരണകൂടം എന്ന് പറയുന്നത് മുസ്ലിം ഭരണകൂടമാണ്. അവർക്ക് അവിടെ യാതൊരു പീഡനവും ഇല്ല. പാകിസ്ഥാനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും അവിടുത്തെ ഭരണകൂടം എന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണകൂടമാണ്. അവർക്ക് അവിടെ യാതൊരു പീഡനവും ഇല്ല. എന്നാൽ പീഡനം ഏറ്റുവാങ്ങുന്ന ആരാണ്? അവിടുത്തെ മുസ്ലിം ഒഴികെ ബാക്കിയുള്ളവരാണ്. അപ്പൊ മുസ്ലിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ഇന്ത്യ രണ്ടായിട്ട് വിഭജിച്ചു എന്നല്ലേ നമ്മളൊക്കെ പറയുന്നത്. സത്യം അതല്ലല്ലോ. ഇന്ത്യ 7ആയിട്ടാണ് വിഭജിച്ചത്. 1936 മുതൽ വിഭജനം തുടങ്ങിയത്. അപ്പോൾ അവിടെ അഫ്ഗാനിസ്ഥാൻ ആദ്യം കൊണ്ടുപോയി, അത് കഴിഞ്ഞിട്ട് ടിബറ്റ് ചൈന കൊണ്ടുപോയി, നേപ്പാളിനെ വിഭജിച്ചു, ഭൂട്ടാനെ വിഭജിച്ചു, ബർമയെ വിഭജിച്ചു, ശ്രീലങ്കയെ വിഭജിച്ചു, ഏറ്റവും അവസാനമാണ് പാകിസ്ഥാന് ബംഗ്ലാദേശും ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ 6-7 തവണ വിഭജിച്ചു കഴിഞ്ഞ അവസരത്തിൽ ആ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ അടക്കമുള്ള ആൾക്കാരുണ്ട്. ആ ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ബന്ധുക്കളും അവരുടെ സ്വത്തുക്കളും അവരുടെ മറ്റ് ഇടപാടുകളുമൊക്കെയായി ബന്ധപ്പെട്ട ഒരു രാജ്യം, യഥാർത്ഥ മാതൃരാജ്യം ഭാരതമാണ്. ഈ ഭാരതത്തിലേക്ക് അവർക്ക് വരിക എന്ന് പറയുന്നത് അവർ മറ്റൊരു രാജ്യത്തിന്റെ ആൾക്കാരല്ല, നമ്മുടെ തന്നെയാണ്. ബൗണ്ടറി തിരിച്ചപ്പോൾ അപ്പുറത്തായി പോയ എന്ന ഒറ്റ കുറ്റത്തിന് ഇന്ന് അവർ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുക. നമുക്കറിയാം 24 കോടി പേര് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു ഹിന്ദുക്കൾ, ഇപ്പൊ 1 കോടിയേ ഉള്ളൂ. 33 കോടി പേര് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു, ഇപ്പം 7 കോടിയേ ഉള്ളൂ. അവിടുത്തെ ക്ഷേത്രങ്ങൾ മുഴുവൻ തകർക്കപ്പെടുന്നു, അവരുടെ വസ്തുവകകൾ പിടിച്ചെടുക്കപ്പെടുന്നു, അവർ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു, അവർക്ക് അവിടെ ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ആ സാഹചര്യത്തിൽ പണ്ട് അവർ ഏത് രാജ്യത്തിന്റെ മാതൃരാജ്യത്തിന്റെ ഭാഗമായിരുന്നോ അവിടേക്ക് കടന്നു വരാൻ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിന് ഉള്ള നിയമങ്ങളെക്കാൾ ഇളവ് കൊടുത്തു എന്നുള്ളതല്ലാതെ മറ്റ് യാതൊരു കാര്യവുമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഉള്ള മുസ്ലിമിന് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. പക്ഷേ അവർക്ക് സ്വാഭാവികമായ നിയമ നടപടികളിലൂടെ കടന്നു വരേണ്ടി വരും. ഇവർക്കാണെങ്കിൽ കാലാവധി അല്പം ഇളവുണ്ട്. ഈ കാലാവധി ഇളവുണ്ടെന്നുള്ളതല്ലാതെ അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഉള്ള ഒരു മുസ്ലിമിനും ഇന്ത്യക്കകത്ത് അംഗത്വം കിട്ടില്ല എന്നല്ല CAA പറയുന്നത്. അതിന് പ്രത്യേക ഇളവുകളില്ല, പൊതുവായിട്ടുള്ള നിയമം അനുസരിച്ച് അവർക്കും കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇത് മൂടി വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ മുഴുവൻ ഇന്ത്യക്കകത്ത് നിന്ന് പുറത്തിറക്കാൻ പോകുന്നു. നിന്റെ ബാപ്പയുടെ മുത്തച്ഛന്റെ ബാപ്പയുടെ റേഷൻ കാർഡ് കൊണ്ടുവരാൻ പറയാൻ പോകുന്നു. പച്ച നുണ ഇവരിങ്ങനെ പ്രചരിപ്പിക്കേണ്ടായത്. പക്ഷെ ഇന്നിപ്പോ എല്ലാവർക്കും കാര്യം മനസ്സിലായി, അത് നുണയായിരുന്നു എന്നുള്ളത്. ഇങ്ങനെ പച്ച നുണ പ്രചരിപ്പിക്കുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. കർഷക സമരം, ആ കർഷക സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേജ്രിവാള് അതുമായി ബന്ധപ്പെടാത്ത മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കേജ്രിവാൾ അറസ്റ്റ് ചെയ്തു 12 മണിക്കൂറിനകം കർഷക സമരക്കാരുടെ പൊടി പോലും കാണാനില്ല, ഓടി രക്ഷപ്പെട്ടു. എന്താ കാരണം? കർഷക സമരത്തിന്റെയും കേജ്രിവാളിന്റെയും പുറകില് ഒരേ ഫണ്ടിങ് ഏജൻസി തന്നെ ആയിരുന്നു. അപ്പോൾ ഈ CAA എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് വലിയ ഒരു മുൻകരുതലാണ്. കാരണം കോടിക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ ബംഗാളിൽ നിന്ന്, അതായത് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയുടെ അതിർത്തി കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇതൊരു അവസരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് ഹിന്ദുക്കളോടൊപ്പം കോടിക്കണക്കിന് മുസ്ലിങ്ങളും വരും. ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തേക്ക് തിരിച്ചു വന്ന് വീണ്ടും ഒരു മുസ്ലിം രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നവരാണ്. അതുകൊണ്ട് അവരെ തെരഞ്ഞു പിടിച്ച് അതിർത്തിക്കപ്പുറത്ത് തന്നെ നിർത്തണമെങ്കിൽ CAA എന്ന് പറയുന്ന നിയമം വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആ CAA നിയമം പാസാക്കി എന്നുള്ളത് കൊണ്ട് ഒരു വലിയ ഭാഗ്യം സിദ്ധിച്ചത്, ഇനി കടന്നു വരുന്ന ഇന്ത്യ വിരുദ്ധരെയും തീവ്രവാദി മുസ്ലിങ്ങളെയും റോഹിംഗ്യനടക്കമുള്ള ആൾക്കാരെയും പുറത്തു നിർത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന ഹൈന്ദവ, ക്രൈസ്തവ, ബൗദ്ധ, ജൈന വിഭാഗത്തിൽപ്പെട്ടവരെ ഇന്ത്യയിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് CAA നിയമമുള്ളത് വലിയ ഭാഗ്യമായി. അതിന്റെ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പീഡനം അനുഭവിക്കുന്ന ഈ പറഞ്ഞ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ മത വിഭാഗങ്ങൾ അവരെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിന്റെ ഗുണം ലഭിക്കാൻ പോകുന്നത് ഏറ്റവും ന്യൂനപക്ഷമായ അതാത് രാജ്യങ്ങളിലെ, അതായത് ഒരിക്കൽ കൂടി പറയാം, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ക്രൈസ്തവ, ഹൈന്ദവ, ബുദ്ധ, ജൈന വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും. അപ്പോൾ അതിനെ ഇന്ത്യക്കകത്തുള്ള ഒരു മുസ്ലിമിന്റെയും ഒരു നിയമവും ബാധിക്കുന്നില്ല, ഒരവകാശവും നഷ്ടപ്പെടുന്നില്ല, ഒരു തരത്തിലും അവരുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുകയുമില്ല. ഇതിനേക്കാൾ വ്യക്തമായി പറയേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ബൈജു അത് പ്രത്യേകം സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ കൃത്യമാക്കി എന്ന് മാത്രമേ ഉള്ളൂ.
സാർ നമ്മൾക്കറിയാം, ഈച്ച ചത്താലും പൂച്ച ചത്താലും നമ്മുടെ, അതായത് പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണെങ്കിൽ ഈച്ച ചത്താലും പൂച്ച ചത്താലും ഈ പ്രത്യേകം ഈ ഈച്ചയുടെയും പൂച്ചയുടെയും ഒക്കെ മതം ഒരു പ്രത്യേക മതസ്ഥരുടേതാകുമ്പോൾ അവിടേക്ക് ഞാനടക്കമുള്ള സാറടക്കമുള്ള നമ്മളെ കാണുന്ന പ്രേക്ഷകർ അടക്കമുള്ള ആളുകൾ അടയ്ക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ട് ലക്ഷങ്ങളും കൊണ്ട് ഓടുന്ന പിണറായി വിജയന്റെ ആ ഒരു ദുഷ്ടമുഖം നമ്മളിവിടെ അനാവരണം ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് സാർ ആ പിണറായിയുടെ ആ ദുഷ്ടമുഖം നമ്മുടെ മാന്യ പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അത് പറയുന്നത്? അത് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടല്ലോ. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആരും ആവട്ടെ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്ത കേട്ടാൽ, ആക്രമിക്കപ്പെടണമെന്നൊന്നുമില്ല, വാർത്ത കേട്ടാൽ ഉടനെ ഹരിയാനയ്ക്ക് 10 ലക്ഷം അനുവദിക്കുന്നു, അല്ലെങ്കിൽ അവിടെ മരിച്ചയാളിന് ഇത്ര ലക്ഷം അനുവദിക്കുന്നു. ഇങ്ങനെ ഓരോ ഇന്ത്യയുടെ പ്രദേശത്തും മുസ്ലിം നാമധാരികൾ ആക്രമിക്കപ്പെടുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്താൽ കൃത്യമായിട്ട് ലക്ഷക്കണക്കിന് രൂപയുമായിട്ട് പറന്ന് എത്തുന്ന മുഖ്യമന്ത്രി സ്വന്തം ഭരണകൂടത്തിന് കീഴില് ഇനിയും എണ്ണിത്തിട്ടപ്പെടുത്തപ്പെട്ടിട്ടില്ലാതെ 500-ലധികം ആൾക്കാര് കൊല്ലപ്പെടുകയും അതുപോലെ അത്രയും വീടുകളും കടകളും നഷ്ടപ്പെടുകയും ചെയ്തപ്പോ എവിടെ പോയി ധനസഹായം? അപ്പൊ പറയുന്നത് കേന്ദ്രം 2000 കോടി തരണം എന്ന. കേന്ദ്രം 2000 കോടി തരണമെന്ന് പറയുന്നത് മറ്റൊരു കൊള്ളയാണ്. അവിടെ ആകെ നഷ്ടപ്പെട്ടു പോയ വീടിനേക്കാൾ ഏതാണ്ട് 100-200 കൂടുതൽ വീടുകൾ വെച്ചു കൊടുക്കാൻ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവിടുത്തെ പാലങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും ചെയ്തു കൊടുക്കാൻ വേണ്ടി സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവിടെ കേരള സർക്കാരിന്റെ ഒരു പൈസയുടെ ആവശ്യമില്ലാത്ത വിധം പൊതുസമൂഹം അതിന്റെ മുഴുവൻ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തു. അപ്പോൾ വീണ്ടും ചോദിച്ചിരിക്കുകയാണ് 2000 കോടി രൂപ ഉടനെ അനുവദിക്കണം. അപ്പോൾ ഈ 2000 കോടി രൂപ എന്തിനാണ് എന്ന ചോദ്യം വരും. ആ ചോദ്യവും ചർച്ചയും അവിടെ നടക്കട്ടെ. പക്ഷേ അതൊക്കെ നടക്കുമ്പോഴും ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുക, വേർതിരിവുണ്ടാക്കുക, ന്യൂനപക്ഷ പ്രീണനം നടത്തുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി കേരളത്തിന് പുറത്തു നടക്കുന്ന സംഭവങ്ങളെ, നിസാര സംഭവങ്ങളെ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട കുറ്റകൃത്യങ്ങളെ, അല്ലെങ്കിൽ പിന്നീട് വ്യാജമെന്ന് തെളിയുന്ന ചില ആരോപണങ്ങളെ പിന്തുണയ്ക്കാൻ വേണ്ടി നമ്മുടെ ഖജനാവിൽ നിന്ന് വൻതോതിൽ ഫണ്ട് ഒഴുക്കുകയാണ്. ഈ ഫണ്ടൊക്കെ ഒഴുക്കുന്നത് വ്യാജമായിട്ടാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ പേരിൽ ചെലവെഴുതി ഇവിടെ തന്നെ ഇത് അടിച്ചു മാറ്റുന്നതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പൊ വയനാട് ദുരന്തത്തിന് വേണ്ടിയിട്ട് പണം അനുവദിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പണം അനുവദിക്കാൻ പോകുന്നു, പണം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു കണക്ക് കൂട്ടി നോക്കിയാൽ, ഞാനതിന്റെ കണക്കിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അവിടെ ആകെ നഷ്ടപ്പെട്ട വീടുകൾ മുഴുവൻ ഉണ്ടാക്കി, ആകെ തകർന്നു പോയ റോഡുകളും പാലങ്ങളും ഉണ്ടാക്കി, എല്ലാവരുടെയും പേരിൽ ഒരു 1/2 കോടി രൂപ, മരിച്ചുപോയവരുടെ പേരിൽ 1/2 കോടി രൂപ വീതം ബാങ്കിൽ നിക്ഷേപിച്ചാൽ പോലും ഒരു 300-350 കൂടി വന്നാൽ 400, അല്ല പോട്ടെ 500 കോടി കൂടുതൽ വരിക. പക്ഷെ 2000 കോടി വേണമെന്ന് പറഞ്ഞാൽ ബാക്കി 1500 കോടി അടിച്ചു മാറ്റാനല്ലേ? ഓഖി ദുരന്തത്തിനും അതുപോലെ തന്നെ ഇവിടുത്തെ മഹാപ്രളയത്തിലുമൊക്കെ കേന്ദ്രം അനുവദിച്ച നഷ്ടപരിഹാര തുക, സമാശ്വാസ തുകയുടെ പകുതി പോലും ചെലവഴിക്കാതെ ഇവിടെ നിന്ന് അതിനുള്ള അക്കൗണ്ട്സും ബാലൻസ് ഷീറ്റ് അതിന്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്റിംഗ് നടത്താതെ, അതുപോലെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ വീണ്ടും ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് 2000 കോടി വേണം. നരേന്ദ്രമോദി പിടികൊടുത്തില്ലല്ലോ. നരേന്ദ്രമോദി പറഞ്ഞല്ലോ റിപ്പോർട്ട് തരൂ എന്ന് പറയുമ്പം ഇതിന് മുമ്പ് തന്ന പണത്തിന്റെ റിപ്പോർട്ടും കൂടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതിൽ പിന്നെ യാതൊരു ശബ്ദവും പുറത്തു വന്നില്ലല്ലോ. കാരണം എന്താ? കൃത്യമായ പണിയാണ് പിണറായി വിജയന് കൊടുത്തത്. ഇന്നലെ വരെ കിട്ടിയതിന്റെ കണക്ക് കൃത്യമായിട്ട് ഇങ്ങോട്ട് തന്നാൽ ഇതിന് എത്ര വേണമെന്നുള്ളത് കണക്കാക്കി പൈസ അങ്ങോട്ട് തരും. പക്ഷെ ഇന്നലെ വരെയുള്ള കണക്ക് എവിടെ പോയി നമുക്കറിയാലോ. സഖാക്കന്മാര് മോഷ്ടിച്ചുകൊണ്ട് പോയത്. ഇത്തവണ പോലും വയനാട്ടിലേക്കാണെന്നും പറഞ്ഞ് സംഭരിച്ച സാധനം അടിച്ചുകൊണ്ട് പോകുന്ന പഞ്ചായത്ത് മെമ്പർമാരുടെ രാത്രി വീഡിയോ എടുത്തല്ലോ. അത് CPM-കാരായിരുന്നല്ലോ. അപ്പോൾ ആ തരത്തിൽ ഓരോ പ്രകൃതി ദുരന്തവും കൊള്ള മുതലിന് വേണ്ടി, കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദർഭമാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടില് നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, വാഹനാപകടങ്ങൾ ഉണ്ടായി 2 വാഹനങ്ങളിലും പെട്ട 8-10 ആൾക്കാര് വഴിയിൽ കുടുങ്ങുന്ന രാത്രി സമയങ്ങളിൽ ധാരാളം പേര് ഓടിക്കൂടും. ഈ ഓടിക്കൂടുന്നവരുടെ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ കയ്യിലുള്ള ആഭരണങ്ങളും പണവും തട്ടിപ്പറിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തട്ടിപ്പറിച്ചിട്ട് പോലീസും ആൾക്കാരും വരുന്നതിനിപ്പുറം ഇവർ സ്ഥലം വിടും. ഇരുളിന്റെ മറവിൽ ഇവർ സ്ഥലം വിടും. അങ്ങനെ വാഹനത്തിൽ അപകടത്തിൽപ്പെടുന്നവരെ കൊള്ളയടിക്കുന്ന അതേ ആൾക്കാരുടെ പിൻഗാമിയാണ് ഇന്ന് പിണറായിയും കൂട്ടരും. കാരണം ദുരിതത്തിൽപ്പെട്ട് കിടക്കുന്ന ജനങ്ങളുടെ പേരിൽ പുറത്തോട്ട് നിലവിളിച്ച് ഭയങ്കരമായിട്ട് പൈസ വരുത്തുന്നു. ഈ പൈസ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്നു. കേന്ദ്രത്തിൻ്റെതാണെങ്കിൽ കേന്ദ്ര ഫണ്ടിൽ നിന്ന് സംസ്ഥാന ഫണ്ടിലേക്ക് വരുന്നു. ഈ വരുന്നത് മുഴുവൻ ഇവന്മാര് കട്ടുകൊണ്ട് പോകുന്നു. അപ്പോൾ
വാഹനാപകടത്തിൽപ്പെടുന്നവരെ കൊള്ള ചെയ്യുന്നവരെക്കാൾ എത്രയോ വലിയ ക്രൂരമാണ്. ഇവർ ഭരണാധികാരിയും കൂടിയാണ്. അപ്പൊ ആ തരത്തിലുള്ള ഒരു സമീപനമാണ് കേരളത്തിലെ ഭരണകൂടത്തിൽ നിന്ന് എല്ലാ ദുരന്തങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള മാന്യ മഹാജനങ്ങളെ ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മളൊക്കെ നിരന്തരം ഇത്തരത്തിലുള്ള വാർത്തകളും വീഡിയോകളും അതല്ലെങ്കിൽ ചർച്ചകളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ വന്നുകൊണ്ട് ചൊറിഞ്ഞ് കമന്റ് ഇടുന്ന പല ആളുകളുമുണ്ട്. ഇവരോടൊക്കെ പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. മതവും രാഷ്ട്രീയവും ജാതിയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നീ ഒരു മലയാളിയാണ്, ഒരു കേരളം അതല്ലെങ്കിൽ ഒരു ഭാരതീയനാണെന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നിന്നെ ചൂഷണം ചെയ്തുകൊണ്ട് തടിച്ചു കൊഴുക്കുന്ന രാഷ്ട്രീയ അട്ടകളെ കുറിച്ച്, ഇടത് വലത് രാഷ്ട്രീയ അട്ടകളെ കുറിച്ച്, നിന്നെ മുതലെടുത്തുകൊണ്ട് ഇവിടെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഇസ്ലാമിക ഭീകരതയെ കുറിച്ച് നീ ചിന്തിച്ചില്ലെങ്കിൽ നാളെ നീ നിൽക്കുന്ന ഭൂമിയിൽ നീ ഒറ്റപ്പെട്ടു പോകും. മാത്രമല്ല ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മനസ്സ് തുറന്ന്, തലച്ചോർ തുറന്ന്, ഹൃദയം തുറന്നുകൊണ്ട്, ഏത് അവയവമാണോ തുറക്കേണ്ടത് അതെല്ലാം തുറന്നുകൊണ്ട് ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ നിനക്ക്, നമ്മളെപ്പോഴും പറയാറുണ്ട് കാശ്മീർ പണ്ഡിറ്റുകളുടെ അവസ്ഥ. ഇന്ന് കാശ്മീർ പണ്ഡിറ്റുകളെയൊക്കെ പുനരധിവസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതിന് പോലും ഇവിടെ ഒരാളും ഉണ്ടാവില്ല. നിനക്ക് ഇവിടുന്ന് ഓട്ടം മാത്രമേ രക്ഷയുണ്ടാവുകയുള്ളൂ എന്ന ആ സാക്ഷ്യപ്പെടുത്തൽ മാത്രമേ ഈ ഒരു അവസാന നിമിഷത്തിൽ പറയാനുള്ളൂ. എന്തായാലും ഈ വൈകിയ വേളയിൽ നമ്മൾക്ക് ഇത്രയും വിവരങ്ങൾ കൃത്യമായിട്ട് ഡാറ്റകൾ സഹിതം തന്നെ പറഞ്ഞു തന്നിട്ടുള്ള അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ, അദ്ദേഹത്തിന് ഒരുപാട് നന്ദി നമ്മൾ പ്രകാശിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പ്രേക്ഷകരോട് ഒരുപാട് സ്നേഹത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി അറിയിക്കുകയാണ്. മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. തൽക്കാലം ജയസൂര്യൻ സാറിന്റെ പെർമിഷനോടുകൂടി തൽക്കാലം ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു വിഷയവുമായി, ഗംഭീര വിഷയവുമായി വീണ്ടും വരെ നമുക്ക് എത്തും വരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.